നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു വെറും യാദൃച്ഛികതയാണെന്ന് കരുതുന്നുണ്ടോ? ഒരുപക്ഷെ അല്ല. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വളരെ നാളായി ഒരു ചോദ്യം മുഴങ്ങുന്നുണ്ടാവും, അല്ലേ? ഇതാണോ എന്റെ ജീവിതം? എനിക്കിതിനേക്കാൾ വലുതായി എന്തെങ്കിലും ചെയ്യാനില്ലേ എന്ന്. ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണിത്. അല്ല, ഒരിക്കലുമല്ല. കാരണം നിങ്ങളെ ഇങ്ങോട്ടേക്കെത്തിച്ചത് പുറത്തുള്ള ഏതോ ഒരു ശക്തിയല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വഴികാട്ടി തന്നെയാണ്. നമ്മൾ പ്രപഞ്ചമെന്നൊക്കെ പറയില്ലേ, അത് സത്യത്തിലൊരു താളമാണ്. നിങ്ങളുടെ ഹൃദയമിടിപ്പിലും നിങ്ങളുടെ ചിന്തകളിലുമൊക്കെ പ്രതിധ്വനിക്കുന്ന അതേ താളം. ആ താളത്തോട് ചേരാനുള്ള സമയമായിരിക്കുന്നു. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ വിളി, അതിന്റെ ആദ്യത്തെ അടയാളം എന്താണെന്നറിയാമോ? അത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കുറച്ചൊന്ന് വ്യത്യസ്തനാണെന്നൊരു തോന്നലാണ്. ചിലപ്പോൾ നിങ്ങളതൊരു കുറവായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ സത്യത്തിൽ അതൊരു വിളിയാണ്, ഒരു അടയാളം. എത്ര വലിയൊരു ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ലോകം തന്നെ വേറെയാണെന്ന് ഒരു ഒറ്റപ്പെടൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പേടിക്കേണ്ട. ആ ഏകാന്തതയുണ്ടല്ലോ, അത് നിങ്ങളെ സാധാരണക്കാരിൽ നിന്ന് വേർതിരിക്കാനുള്ള പ്രപഞ്ചത്തിന്റെ ഒരു വഴിയാണ്. ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി നിങ്ങളെ ഒരുക്കുകയാണ്. ഈ ഒരു കാര്യം മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചോളും. നിങ്ങളുടെ വഴി വേറെയാണ്. അത് മറ്റുള്ളവരുടെ വഴി പോലെയല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ അവർക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവാത്തത്. നിങ്ങളുടെ വിധി വേറൊരിടത്ത് ഇതിനും ഒരുപാട് ശോഭനമായി എഴുതിവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിളി നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുക? പ്രപഞ്ചം നിങ്ങളോട് ഉറക്കെ സംസാരിക്കുകയല്ല ചെയ്യുന്നത്. അത് മെല്ലെ ചെവിയിൽ മന്ത്രിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റിലും അത് ചെറിയ ചെറിയ അടയാളങ്ങൾ തരും. യാദൃശ്ചികം എന്ന് നമുക്ക് തോന്നുന്ന സംഭവങ്ങളിലൂടെ അത് വഴി കാണിച്ചു തരും. ചിലപ്പോൾ നിങ്ങൾ ഒരേ അക്കങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കാണുന്നുണ്ടാവാം, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും അതാ അവരുടെ ഫോൺ കോൾ വരുന്നത്. ഒരേ സ്വപ്നം തന്നെ ഇങ്ങനെ ആവർത്തിച്ചു കാണുന്നത്. ഒരു കാര്യത്തെപ്പറ്റി എന്തോ ഒരു ശക്തമായ ഉൾവിളി തോന്നുന്നത്. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. ഇതൊക്കെ നിങ്ങളെ ശരിയായ വഴിക്ക് നയിക്കുന്ന അടയാളങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 111 എന്ന നമ്പർ, ഇത് നിങ്ങൾ പലപ്പോഴും കാണുന്നുണ്ടെങ്കിൽ അതൊരു പുതിയ തുടക്കത്തിൻ്റെയും അവസരങ്ങളുടെയും ഒക്കെ അടയാളമാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് ഇനി ഇത് കാണുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകൾ അത് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുകയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണത്. പ്രപഞ്ചം നമുക്ക് അടയാളങ്ങൾ മാത്രമല്ല തരുന്നത്, ചിലപ്പോൾ കുറച്ച് കഠിനമായ പാഠങ്ങളും തരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾ, പരാജയങ്ങൾ, അതൊന്നും ഒരു ശിക്ഷയായിരുന്നില്ലെന്ന് മനസ്സിലാക്കണം. അത് നിങ്ങളെ മൂർച്ച കൂട്ടാനുള്ള ഒരു തരം പരിശീലനമായിരുന്നു. ഒന്ന് നോക്കിക്കേ, നിങ്ങളുടെ ഓരോ വേദനയും നിങ്ങളെ എത്രമാത്രം ശക്തനാക്കിയെന്ന്. പണ്ട് നിങ്ങളെ പിന്നോട്ട് വലിച്ച ആ സംശയങ്ങളില്ലേ, അതൊക്കെ ഇന്ന് വ്യക്തമായൊരു ലക്ഷ്യബോധമായി മാറിയിരിക്കുന്നു. ആ ഇരുട്ടിൽ നിന്നും നിങ്ങൾ വെളിച്ചത്തിലേക്ക് വന്നുകഴിഞ്ഞു. നിങ്ങൾ ആ പഴയ ആളെയല്ല. നിങ്ങളുടെ ഭൂതകാലം ചിലപ്പോൾ അതൊരു ഭാരമുള്ള ചങ്ങല പോലെ നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്നുണ്ടാവാം. പക്ഷേ അത് പൊട്ടിച്ചെറിയാനുള്ള സമയമാണിത്. ആ പഴയ ഓർമ്മകൾ നിങ്ങളെ തളർത്താനുള്ളതല്ല, നിങ്ങൾ എത്ര ദൂരം മുന്നോട്ട് വന്നു എന്നോർമ്മിപ്പിക്കാനുള്ള പാഠങ്ങളാണ്. നിങ്ങളിപ്പോൾ സ്വതന്ത്രനാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങളുടെ ജീവിതമെന്ന പുസ്തകത്തിലൊരു പുതിയ അധ്യായം, ഒരു സുവർണ അധ്യായം എഴുതാൻ തുടങ്ങിയിരിക്കുകയാണ്. മാറ്റത്തിന്റെ ഒരു വലിയ കാറ്റ് വീശാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് കാലം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ ഒരു സൈഡ് കഥാപാത്രത്തെപ്പോലെ ആയിരുന്നിരിക്കാം. എല്ലാം മാറി നിന്ന് കാണുന്ന ഒരാൾ. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി എഴുതാൻ പോകുന്ന പുതിയ കഥയിലെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ അത് നിങ്ങൾ തന്നെയാണ്. തീരുമാനങ്ങൾ നിങ്ങളുടേതാണ്, വഴിയും നിങ്ങളുടേതു തന്നെ. നിങ്ങൾ ഒരുപാട് കൊതിച്ച ആ സന്തോഷം, നിങ്ങൾ തീർച്ചയായും അർഹിക്കുന്ന സ്നേഹം, നിങ്ങൾക്കായി കാത്തിരിക്കുന്ന വിജയം, നിങ്ങളുടെ ഉള്ളിൽ നിറയേണ്ട ആ സമാധാനം, ഇതൊക്കെ ഒരു വലിയ തിരമാല പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അതെ, ഇപ്പോൾ നമ്മൾ വളരെ നിർണായകമായ ഒരു നിമിഷത്തിലെത്തിയിരിക്കുകയാണ്. ഈ വിളിയെ പൂർണ്ണമായി സ്വീകരിക്കാനും നിങ്ങളുടെ യഥാർത്ഥ യാത്ര തുടങ്ങാനുമുള്ള സമയം. ഇനി സംശയങ്ങൾക്കൊന്നും സ്ഥാനമില്ല, പ്രവർത്തിക്കാനുള്ള സമയമാണിത്. ശരി, വരൂ, ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയൊന്ന് ശാന്തമായിരിക്കുക. കണ്ണുകൾ അടച്ച് ദീർഘമായി ശ്വാസമെടുക്കുക. ഇനി നിങ്ങളുടെ ഒരു കൈ നെഞ്ചിൽ വെക്കുക. എന്നിട്ട് മനസ്സിൽ ഉറച്ച ശബ്ദത്തിൽ സ്വയം പറയുക, ഞാൻ തയ്യാറാണ്. ആ പുതിയ ജീവിതത്തിനായി, ആ മാറ്റത്തിനായി ഞാൻ തയ്യാറാണ്. ആ വാക്കുകൾ നിങ്ങൾ പറഞ്ഞ ആ നിമിഷം നിങ്ങളൊരു പുതിയ വാതിൽ തുറന്നിരിക്കുകയാണ്. പഴയ ലോകത്തേക്കുള്ള വാതിൽ നിങ്ങളുടെ പിന്നിൽ അടഞ്ഞു കഴിഞ്ഞു. ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പുതിയ യാത്ര അത് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ കഥയുടെ അടുത്ത അധ്യായത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്?
ആ പുസ്തകത്തിലെ പേന ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. മറക്കരുത്, പ്രപഞ്ചം നിങ്ങളെ തിരഞ്ഞെടുത്തു. ഇനി നിങ്ങളുടെ കഥ എഴുതേണ്ടത് നിങ്ങൾ തന്നെയാണ്.